കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ ടൗണിലെ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും തലവേദനയായി മാറിയ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇയാളുടെ സ്വന്തം നാടായ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവിട്ടു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. കഴിഞ്ഞ ഒരു മാസക്കാലമായി വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ചുറ്റിക്കറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരൻ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും പാൽ, പഴം മുതലായവ കൊണ്ടുപോവുകയും വണ്ടിപ്പെരിയാർ ദേവാലയ കുരിശടിയിൽ കയറിയിരുന്ന് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും കൂടാതെ ടൗണിലൂടെ നടന്നു പോകുന്ന സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു വന്നിരുന്നു. പൊതുജനങ്ങൾക്കാകെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വിവരം മാധ്യമങ്ങളിൽ വാർത്ത വന്നതിലൂടെ പുറംലോകം അറിയുകയായിരുന്നു. ഇതേ തുടർന്നാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന് തലവേദനയായി മാറിയ തമിഴ്നാട് സ്വദേശിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് തേനിയിൽ കൊണ്ടുവിട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അക്കര ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരന്റെ വലിയ തരത്തിലുള്ള ശല്യങ്ങൾ, കടകൾ കയറി പാല് ഉൾപ്പെടെയുള്ള മറ്റ് ബിസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കടകളിൽ കയറി അന്യായം മോഷ്ടിക്കുകയും അല്ലെങ്കിൽ എടുത്തു കുടിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ വണ്ടിപ്പെരിയാർ പള്ളിയിൽ കയറി അതിനകത്ത് കിടക്കുകയും അതിൻ്റെ കൂടെ തന്നെ കുറെ പട്ടീനെയും കൂടെയാണ് കൂടെ ചേർക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അക്കര ടൗണിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ തരത്തിലുള്ള ആളുകളുടെ വലിയ പരാതിയും ഉണ്ടായി. ഞാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അക്കര ടൗണിലെ കുറെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ചുമടെടുക്കുന്ന തൊഴിലാളികളുടെയും എല്ലാം സഹായത്തിന്റെ ഭാഗമായിട്ട് സഹായത്തോടു കൂടി തന്നെ ചെറുപ്പക്കാരനെ, ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ പിടിച്ച് വണ്ടിയിൽ കയറ്റുകയും അത് ഒരു തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ പറയും ഇന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുറെ ആളുകളുടെ കുറച്ച് ഇവിടുത്തെ സ്റ്റാഫിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി തന്നെ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു സമാധാനം, ഒന്ന് സ്കൂള് തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സ്ത്രീകളെയൊക്കെ തന്നെ അത്യാവശ്യം ശല്യം ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നാൽ ചെറിയ കുട്ടികളെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ശല്യം ചെയ്യുന്ന ഒരു പ്രവണത ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഈ പയ്യനെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചത്. ടൗണിലെ ചുമട്ടുതൊഴിലാളികളുടെയും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ജീവനക്കാർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ആംബുലൻസിൽ തമിഴ്നാട് തേനിയിൽ കൊണ്ടുവിട്ടത്. ഇതിനു മുൻപും ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവിട്ടിരുന്നു. എങ്കിലും 3 ദിവസത്തിന് ശേഷം ഇയാൾ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇനി വണ്ടിപ്പെരിയാറിന് ശല്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സെറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.